ഓം ശ്രീ സായിരാം. നാം സേവിക്കുന്നത് ആരെയാണെങ്കിലും അത് സ്വീകരിക്കുന്നത് ഭഗവാനാണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിനെ ഓർമ്മിപ്പിക്കുക. അതാണ് സേവനം ആനന്ദപ്രദമാക്കാനുള്ള മാർഗം. ഒരു സംഭവം കേൾക്കൂ. ഈശ്വരന്റെ ഒരൊറ്റ ദർശനം അതുമാത്രം മതി. അതിനായിട്ടാണ് ഇക്കാലം അത്രയും അദ്ദേഹം ജീവിച്ചത്. ലൗകിക സുഖങ്ങളും വിവാഹവും വേണ്ടെന്ന് വെച്ചത്. മനസ്സാ സന്യാസം സ്വീകരിച്ചത്. കാലമേറെ കടന്നുപോയി. അദ്ദേഹത്തിന് ഇതേവരെ പ്രത്യക്ഷമായ ഒരു അനുഭൂതിയും ഉണ്ടായിട്ടില്ല. അന്ന് ഏറെ നേരം അദ്ദേഹം ഈശ്വരചിന്തയിലാണ്ടിരുന്നു. അത്ഭുതകരമെന്ന് പറയട്ടെ, അദ്ദേഹത്തിന്റെ ദൃഷ്ടിക്ക് മുന്നിൽ പെട്ടെന്ന് അഭൗമമായൊരു ദിവ്യപ്രകാശം തെളിഞ്ഞു. മനം ശാന്തിയിലാണ്ടു. ഓരോ കോശങ്ങളിലും ആനന്ദം നിറയുന്ന അനുഭൂതിയുണ്ടായി. അപ്പോഴാണ് ആശ്രമത്തിലെ മണി മുഴങ്ങിയത്. അദ്ദേഹം മെല്ലെ ആനന്ദലഹരിയിൽ നിന്നും ഉണർന്നു. അഗതികൾക്ക് ആഹാരം കൊടുക്കേണ്ട സമയമായി എന്നറിയിക്കുന്ന മണി. ഇന്ന് ആഹാരം വിളമ്പേണ്ടത് അദ്ദേഹത്തിന്റെ ഊഴമാണ്. വൈകിയാൽ വന്നവരെല്ലാം ആഹാരമില്ലെന്ന് കരുതി മടങ്ങും. എന്തു ചെയ്യും? ഈ അനുഭൂതി സുഖം ഉപേക്ഷിക്കുന്നതെങ്ങനെ? ഒടുവിൽ ഭാരം പേറുന്ന മനസ്സുമായി അനുഭൂതിയിൽ നിന്നും അദ്ദേഹം എഴുന്നേറ്റു. ആഹാരം കൊടുക്കാൻ പോയി. എല്ലാവർക്കും മതിവരുവോളം ആഹാരം കൊടുത്തു. തിരിച്ചു മുറിയിലേക്ക് നടന്നു. നഷ്ടപ്പെട്ട ദർശനം മനോവേദനയുണ്ടാക്കി. മുറിയുടെ വാതിൽ തുറന്ന അദ്ദേഹം വിസ്മയിച്ചുപോയി. മുറിയിൽ അഭൗമമായ പ്രകാശം. താൻ ആദ്യം കണ്ടതിനേക്കാൾ പ്രഭാവത്തോടെ അദ്ദേഹം ആനന്ദത്തിലാണ്ടു. അപ്പോൾ ഒരു മൃദുസ്വരം കേൾക്കായി. പുത്ര, നീ അവരെ ഊട്ടാൻ പോയില്ലായിരുന്നെങ്കിൽ എന്നേക്കുമായി ദർശനം നിനക്ക് നഷ്ടപ്പെടുമായിരുന്നു. എൻ്റെ മക്കൾക്ക് ആഹാരം കൊടുക്കാൻ പോയതിനാൽ നിനക്കായി ഞാൻ കാത്തിരുന്നു. സേവനത്തെക്കാൾ വലിയ ഈശ്വരസേവയില്ല. സേവനത്തിന് ലഭിക്കുന്ന അവസരങ്ങൾ ഈശ്വരാനുഗ്രഹം കൊണ്ടാണെന്ന് തന്നെ കരുതണം. അതാണ് സത്യം. മദർ തെരേസയുടെ മഠത്തിൽ രജത ജൂബിലി ആഘോഷിക്കുന്നു. ധനികരും ഉന്നത ഉദ്യോഗസ്ഥരും വൻപ്രതാപികളും ഭരണക്കാരും അതിഥികളായി എത്തിയിട്ടുണ്ട്. അവരിൽ നാനാ മതസ്കരുമുണ്ട്. പ്രാർത്ഥനയ്ക്ക് ശേഷം വിരുന്ന് ആരംഭിച്ചു. സാധുക്കളായ അന്തേവാസികൾക്ക് പ്രതാപികളായ അതിഥികൾ ആഹാരം വിളമ്പി. എല്ലാവരും ഒരുമിച്ച് ആഹാരം കഴിച്ചു. ഇതെല്ലാം കണ്ട് മദറിന്റെ മിഴികളിൽ ആനന്ദബാഷ്പം. ചടങ്ങ് കഴിഞ്ഞു. എല്ലാവരും ഒഴിഞ്ഞു. മദർ ഈ സംഭവത്തെക്കുറിച്ച് പിന്നീട് പരാമർശിച്ചു. ഞാൻ ഉന്നതരെ ക്ഷണിച്ചത് അവരുടെ സഹോദരങ്ങളായ സാധുജനങ്ങളെ അവർക്ക് കാണാനും ഇവരുടെ പരിതസ്ഥിതി നേരിട്ട് മനസ്സിലാക്കാനുമാണ്. മാത്രമല്ല, സാധുക്കൾക്കൊരു സേവനം ചെയ്യാൻ അവർക്കൊരവസരം ഉണ്ടാക്കുകയുമായിരുന്നു. അതിനുള്ള ഭാഗ്യം ഒരുക്കുകയായിരുന്നു. നല്ല വസ്ത്രം ധരിച്ചവരും ധനികരും പ്രതാപികളും നേതാക്കളും തങ്ങൾക്ക് ആഹാരം വിളമ്പി തന്നപ്പോൾ, തങ്ങളോട് സംസാരിച്ചപ്പോൾ സാധുക്കൾ അനുഭവിച്ച സന്തോഷം കണ്ടില്ലേ? നമ്മുടെ ഒരു വാക്കിനും നോക്കിനും സ്പർശനത്തിനും ഇത്രയും കരുത്തുണ്ടെന്നിരിക്കെ എന്തിനു നാം ഇക്കാര്യത്തിൽ പിശുക്ക് കാണിക്കുന്നു? കിട്ടുന്ന അവസരങ്ങളിൽ നമ്മുടെ ദരിദ്രരായ സഹോദരങ്ങളെ കാണുകയും കഴിവുപോലെ സേവിക്കുകയും ചെയ്യുക. കാരണം അത് ഭഗവാൻ കനിഞ്ഞു തരുന്ന അവസരമാണ്. ഈശ്വരൻ നൽകിയതാണ് സേവനം ചെയ്യാനുള്ള അവസരമെന്ന് ഉൾക്കൊള്ളാനായാൽ എന്തും ത്യജിക്കാനും തെല്ലും വിഷമം ഉണ്ടാകില്ല. ഈ സംഭവം അത് തെളിയിക്കുന്നു. മഹത്തായ സൈനിക സേവനത്തിന് ജനറൽ ഗോർഡനെ ആദരിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ തീരുമാനിച്ചു. ചടങ്ങിൽ വെച്ച് സർക്കാർ അദ്ദേഹത്തിന് തന്റെ നേട്ടങ്ങൾ രേഖപ്പെടുത്തിയ ഒരു വലിയ സ്വർണപ്പതക്കവും പണക്കിഴിയും നൽകി. അദ്ദേഹം ധനം നിരസിച്ചു. അത് പാവങ്ങൾക്ക് കൊടുക്കാൻ അഭിപ്രായപ്പെട്ടു. തന്റെ നേട്ടങ്ങൾ രേഖപ്പെടുത്തിയ സ്വർണപ്പതക്കം അദ്ദേഹം സ്വീകരിച്ചു. ജീവിതത്തിൽ ഏറ്റവും വലിയ നിധിയായി അത് സൂക്ഷിക്കുകയും ചെയ്തു. ജനറലിന്റെ മരണശേഷം ആ പതക്കം നഷ്ടപ്പെട്ടതായി കണ്ടെത്തി. തുടർന്നുള്ള അന്വേഷണത്തിൽ വിസ്മയകരമായ സത്യമാണ് അന്വേഷകർ കണ്ടെത്തിയത്. മാഞ്ചസ്റ്ററിലുണ്ടായ കൊടും ക്ഷാമം കണ്ട് മനംനൊന്ത ജനറൽ സ്വർണപ്പതക്കം അങ്ങോട്ട് അയച്ചു കൊടുത്തു. അതൊരുക്കി ക്ഷേമപ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അപേക്ഷിച്ചു. ഡയറിയിൽ അദ്ദേഹം ഇങ്ങനെ എഴുതിയിരുന്നു: ഭൂമിയിൽ ഞാൻ ഏറ്റവും വിലമതിച്ചിരുന്ന ഒരു നിധി ഞാൻ ദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്നു. സേവനത്തിൽ ഏർപ്പെടുമ്പോൾ മനോഭാവം ഇങ്ങനെയായിരിക്കണം. നാം ആരെ സേവിച്ചാലും അത് ഈശ്വര സേവയായി ഗണിക്കണം. നമ്മുടേതെന്ന് നമുക്ക് തോന്നുന്നതെല്ലാം സേവനത്തിനുള്ള മുടക്കുമുതലുകളാണ്. ശരിയായ മനോഭാവം ഇല്ലാത്ത സേവാ സാധന ഭാരമായി അനുഭവപ്പെടും. നീന്തൽ പഠിച്ചതിന് ശേഷം വെള്ളത്തിലിറങ്ങാൻ ആർക്കും സാധ്യമല്ലല്ലോ. അതുപോലെ സേവനം ചെയ്ത് അതിൽ രസം കണ്ടെത്താൻ നാം പഠിക്കണം. രസകരമായൊരു കഥ കേൾക്കൂ. പണ്ട് പക്ഷികൾക്ക് ചിറകില്ലായിരുന്നു അത്രേ. അന്നൊക്കെ ദൈവം ഇന്നത്തേതുപോലെ മറഞ്ഞു നിന്നിരുന്നില്ല. ആർക്കും എപ്പോഴും എവിടെ നോക്കിയാലും ദൈവത്തെ കാണാമായിരുന്നു. അങ്ങനെ ലോകം സുഖമായി കഴിയവേ പക്ഷികളിൽ ബുദ്ധിമാനായൊരു പക്ഷി ദൈവത്തോടൊരാഗ്രഹം പറഞ്ഞു.
ദൈവമേ, എത്ര സുന്ദരമായ ഭൂമി, അതിലും സുന്ദരമായ ആകാശം. ആ വെള്ളിമേഘങ്ങളെ തൊട്ടുരുമ്മിപ്പോകാൻ കഴിഞ്ഞാൽ എന്തൊരു രസമായിരിക്കും, ആനന്ദമായിരിക്കും. എനിക്കതിനുള്ള അനുഗ്രഹം നൽകൂ. ദൈവം ഉടൻ 2 ചിറകൾ സൃഷ്ടിച്ച് പക്ഷിക്ക് കൊടുത്തു. ഇത് കെട്ടിവെച്ച് നീ പറന്നുകൊള്ളൂ. പക്ഷി അതുപോലെ ചെയ്തു. പക്ഷെ അവൻ അതത്ര സുഖമായി തോന്നിയില്ല. അവൻ പറഞ്ഞു, ദൈവമേ, ഈ ചിറകുകൾ വലിയ ഭാരമാണ്. പറക്കാൻ കഴിയുമെങ്കിലും അത് ചുമക്കുക അസഹ്യം. സാരമില്ല, കുറച്ചു ദിവസം കൂടി നീ ഇതുമായി പറക്കൂ. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ പക്ഷിക്ക് ചിറകിന്റെ ഭാരം അനുഭവപ്പെടാതായി. കെട്ടിവെച്ച ചിറക് സ്വന്തം ശരീരത്തിന്റെ ഭാഗമായി തീർന്നതുപോലെയായി. പിന്നീട് അവൻ പരാതി പറഞ്ഞിട്ടില്ല. ഏത് ജോലിയും പുതിയതായി ചെയ്യുമ്പോൾ അധികമായും ഭാരമായും തോന്നും. പക്ഷേ അതുമായി പൊരുത്തപ്പെട്ടാൽ ആ ഭാരം സുഗമമായി തോന്നും. സ്വാമി പറയുന്നു, പൊതിച്ചോറ് കയ്യിൽ കൊണ്ടു നടക്കുമ്പോഴേ ഭാരമുള്ളൂ. അതേ പൊതിച്ചോറ് ഭക്ഷിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഭാഗമായി തീർന്നാൽ ഭാരമകന്നു. പകരം ഉന്മേഷമുണരുകയായി. അതുപോലെ സേവാസാധന നമ്മുടെ ഭാഗമായി തീരണം. സഹായിക്കണമെന്നുണ്ട്, പക്ഷേ അതിനുള്ള ധനസ്ഥിതിയുമില്ല. ഈ ചിന്ത പലരെയും വിഷമിപ്പിക്കാറുണ്ട്. മഹാനായ ടോൾസ്റ്റോയ് ഒരിക്കൽ യാത്ര ചെയ്യുന്ന സന്ദർഭം ഒരു യാചകൻ അദ്ദേഹത്തിന്റെ നേർക്ക് കൈനീട്ടി. അദ്ദേഹം ഉടൻ തന്റെ കീശയിൽ കൈയിട്ടു. ഒരു തുട്ടുപോലുമില്ല. കൈവശമുണ്ടായിരുന്ന സഞ്ചിയിലും മറ്റും പരതി ഒന്നുമില്ല. യാത്രക്കിടയിൽ കൈനീട്ടിയവർക്കൊക്കെ കൊടുത്തു കയ്യിലുള്ളത് തീർന്നിരിക്കുന്നു. കൈ നീട്ടി നിൽക്കുന്ന ആളെ സ്നേഹപൂർവ്വം തലോടി തന്നോട് ചേർത്ത് നിർത്തി തൊണ്ടയിടറി അദ്ദേഹം പറഞ്ഞു, സഹോദര, വിഷമിക്കരുത്, ദേഷ്യം തോന്നരുത്. ഇപ്പോഴെന്റെ കയ്യിൽ യാതൊന്നുമില്ല. ഇപ്രാവശ്യം കണ്ണീരൊഴുക്കിയത് യാചകൻ. നമുക്കും ഈ അവസ്ഥ വന്നേക്കാം. കൊടുക്കാൻ ഒരുപക്ഷെ പണം എപ്പോഴും ഉണ്ടാകണമെന്നില്ല. പക്ഷേ നല്ല വാക്കിന് ഒരു ക്ഷാമവുമില്ലല്ലോ. അത് കൊടുക്കാനും നാം പിശുക്ക് കാണിക്കുന്നതാണ് കഷ്ടം. ഭക്തനായ നാനയോട് ഒരിക്കൽ ഷിർദി ബാബ അരുളുകയുണ്ടായി, നാന, നിന്റെ നേരെ കൈ നീട്ടുന്നവരോട് നീ എന്തിനു കുറയ്ക്കുന്നു? ഇല്ലെങ്കിൽ സൗമ്യമായി പറഞ്ഞുകൂടെ? ആരെങ്കിലും നിന്റെ മുന്നിൽ കൈ നീട്ടുന്നുണ്ടെങ്കിൽ അതിനു പുറകിൽ ദൈവത്തിനറിയാവുന്നൊരു പഴയ കണക്കുണ്ട്. വെറുതെ ആരും ആരുടെ മുന്നിലും കൈനീട്ടില്ല. അതിനാൽ നിന്നെ സമീപിക്കുന്നവർക്ക് ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ സ്നേഹപൂർവ്വം അവരോട് ആ കാര്യം പറഞ്ഞൊഴിയുക. നമുക്ക് സേവിക്കാൻ കിട്ടുന്ന ഓരോ അവസരത്തിന് പുറകിലും നമുക്കറിയപ്പെടാത്ത പഴയ കണക്കുകൾ കാണും. ജയ് സായിരാം.